നന്നായി കളിച്ചിട്ടും തോറ്റുപോയത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ആരാധകരെ വളരെയധികം നിരാശപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ബംഗളൂരു എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് നന്നായിട്ട് കളിച്ചു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ നന്നായിട്ട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം മുംബൈ സിറ്റി എഫ് സിക്കെതിരെ അവരുടെ തട്ടകത്തിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. ആ ഒരു മത്സരം നേരിട്ട് കാണാൻ ആ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹറെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുംബൈ സിറ്റി എഫ് സി ഒഡീഷ എഫ് സിയും തമ്മിലുള്ള മത്സരം അദ്ദേഹം നേരിട്ട് അവരുടെ ഗ്രൗണ്ടിൽ പോയി വീക്ഷിക്കുകയും തൊട്ടടുത്ത ഫ്ലൈറ്റിന് തന്നെ തിരിച്ച് കേരളത്തിലെത്തുകയും പരിശീലന പരിപാടികൾ പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ഈ ഒരു പരിശീലകൻ എത്രമാത്രം ഹാർഡ് വർക്കിംഗ് നേച്ചറുള്ള ആളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനിയിപ്പം വരാൻ പോകുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രസ് കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുംബൈ സിറ്റി എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രസ് കോൺഫറൻസ് മുംബൈയിൽ വെച്ചിട്ടല്ല, നമ്മുടെ കൊച്ചിയിൽ വെച്ച് തന്നെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിഖായൽ സ്റ്റെഹറയും ഒപ്പം കഴിഞ്ഞ മത്സരത്തിൽ ജീവൻ കയ്യിലെടുത്ത് പോരാടിയ മരിച്ചു കളിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ പെപ്ര ചെയ്തത്. അപ്പം ക്വാമി പെപ്രയും മിഖായൽ സ്റ്റെഹറെ ആയിരിക്കും പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്നത്. 1-ാം തീയതി, അതായത് വെള്ളിയാഴ്ച രാവിലെ 11:30 ഈ ഒരു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ്. അത് നടക്കുന്നത് നമ്മുടെ കൊച്ചിയിൽ വെച്ചിട്ടായിരിക്കും. കൊച്ചിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിനകത്തെ കോൺഫറൻസ് ഹോളിൽ വെച്ചിട്ടാണ് ഈ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നടക്കുന്നത്. പിന്നെ പ്രാക്ടീസ് സെഷൻ അന്ന് വൈകുന്നേരം 4:30 മുതലാണ് പ്രാക്ടീസ് സെഷൻ നടക്കുന്നത്. വൈകുന്നേരം 4:30 മുതൽ 4:45 വരെയുള്ള സമയത്തായിരിക്കും ഈ ഒരു പ്രാക്ടീസ് സെഷനും കാര്യങ്ങളൊക്കെ നടക്കുക.